കുറച്ച് നേരമായിട്ട് ഞാൻ ഗ്രേസിനെ എനിക്ക് എന്ന് പറഞ്ഞ് വിളിക്കണേ. അവൾ എണീക്കാണ്ട് ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ വെക്കേഷനല്ലേ, കുറച്ച് നേരമൊക്കെ ഉറങ്ങിക്കോട്ടെ എന്നുള്ളിലുണ്ട്. എന്നാലും ഇങ്ങനെ വിളിക്കും. പക്ഷെ സ്റ്റീവ് സമ്മതിക്കില്ലേ. അവൻ എണീറ്റ് കഴിഞ്ഞാൽ ഗ്രേസിനെ എണീപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഒരു ഇത്. ഗ്രേസ് എനിക്ക് ചേച്ചി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നല്ല അധ്വാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോര് ഉണ്ടാക്കാമോ, നല്ല നല്ല നാടൻ മുളകും ഒക്കെ ഇട്ടിട്ട് മോര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ ഉറവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സിയിലേക്ക് നടിച്ചിട്ട് സെറ്റപ്പാക്കി മോര് കൊടുത്ത് സർപ്രൈസ് ചെയ്യാൻ. നല്ല ചൂടാ, എന്തൊരു ചൂടാ. നിങ്ങളുടെ അവിടെ ചൂടുണ്ടെന്ന് പറയണേ. എല്ലാവരും ഉണ്ടാവുമായിരിക്കും. ഇന്നലെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു, അത് കഴിഞ്ഞിട്ട് പെട്ടെന്നത് പോയി. അതൊരു സുഖമില്ലാത്ത മഴ, ഒന്ന് ചൂട് കൂട്ടി എന്ന് പറയാം. അങ്ങനെ ഒരു മഴ പെയ്തു. അപ്പം നമുക്ക് ചെറിയുള്ളിയും ഇഞ്ചി നാടൻ മുളകും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പം നല്ല എരിവുള്ള 3 മുളകാണ് എടുത്തേക്കണേ. സാറിന് ഞാനാണെങ്കിലേ നല്ല എരിവ് വേണം, എല്ലാ കാര്യത്തിലും നല്ല എരിവ് വേണം. അപ്പോൾ മോര് കുടിക്കാനാണെങ്കിലും നല്ല എരിവ് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയുള്ളിയും നന്നാക്കിയിട്ടില്ല. ഇപ്പം എന്തായാലും ഇഞ്ചിയും പച്ചമുളകും എന്തായാലും നല്ലോണം ഒന്ന് ചതച്ച് ആദ്യം എടുക്കാം. ചെറിയുള്ളി നന്നാക്കി എടുക്കട്ടെ. മിക്സിയിലിട്ട് അടിച്ചാലേ ഈ ചതക്കണേന്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടാ. വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ചെറിയ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം. പക്ഷെ ആ ഒരു ചതക്കണ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതെന്തായാലും ഇങ്ങനെ കിട്ടില്ല. ഞാൻ എളുപ്പപ്പണിക്കൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ചതക്കുമ്പോഴാണ് ഇച്ചിരി കൂടി ഒരു ഇത് കിട്ടുക. ഗ്രേസോ, അമ്മയ്ക്ക് കുറച്ച് വേപ്പല എടുത്ത് തരുമോ? ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും കൂടി ഇട്ടിട്ട് കഞ്ഞി കുടിക്കാൻ സൂപ്പറായിരിക്കും, അല്ലെങ്കിൽ ചോറിനും കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. എന്തായാലും ഇതിൽ നിന്ന് ഇച്ചിരി ഇട്ട് മാറ്റിയേക്കാം. ഈ കളർ കോമ്പിനേഷൻ കാണാൻ ഒരു ഇത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയിട്ടേ ഇങ്ങനെ മുക്കി മുക്കി കഴിക്കണം, അതും അടിപൊളിയായിരിക്കും. എവിടെ വേപ്പല? അവിടെ ആ മതി. ഉണങ്ങിപ്പോയാ? പുഴു തിന്നു. ഓക്കെ. എന്തിട്ട് വെള്ളി അമ്മയ്ക്ക് അറിയില്ല. അപ്പനോട് ചോദിക്കാം എന്ത് വെള്ളിയാന്ന്. ഇപ്പൊ വരാൻ പറഞ്ഞ നമ്മുടെ ചതക്കല് തീർന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് റേസു. ആ നിൽക്ക്, ഒരു മിനിറ്റ്. അപ്പോൾ കുറച്ച് ഇത് മാറ്റിയിട്ട് ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത അടിപൊളി ചമ്മന്തി. എന്താ ആ ഇതാര പറഞ്ഞേ? അപ്പൊ ഞാൻ കട്ട ഉടയ്ക്കാൻ വേണ്ടി ജസ്റ്റ് നല്ല കട്ട തൈരായിരുന്നു, ഒന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തതാണേ, ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മോരിൽ കുറച്ച് ഉപ്പിടാണേ. ഉപ്പിട്ടിട്ട് ഇളക്കാം. ഉപ്പിട്ടിട്ട് അടിച്ചാൽ മതിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും സെയിം തന്നെയാ. ചൂടുപ്പ് വേണം. നമ്മുടെ മൊന്തയിലേക്ക് വയ്ക്കാം. നമ്മുടെ മെയിൻ ഐറ്റം
സൂപ്പർ. അപ്പം സംഭാരം റെഡി. ചേട്ടാ ഇച്ചിരി തണുപ്പ് കുറവാണ്. ഇത് ബാക്കി ഞാൻ തണുപ്പിച്ചിട്ട് തരാം. ഇപ്പൊ തൽക്കാലം ഐസും കട്ടയില്ല, സ്പൈസിയാന്ന്. അപ്പൊ ഞാൻ കുറച്ച് ചോറ് എടുത്തു കേട്ടാ. ഇപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഉള്ളിച്ചമ്മന്തി ഇട്ടു. അതിങ്ങനെ മിക്സ് ചെയ്ത് ഒരു ടേസ്റ്റ് നോക്കാനൊരു ആഗ്രഹം ഉണ്ടാവും. ആ ഒരു സംഭവം അത് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അപ്പം ഇന്നലെ വീട്ടിൽ പോയിപ്പോ ഞാൻ മാങ്ങ ഒരു 4-5 മാങ്ങ മാത്രം ഇങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ ഒരു കൊലയമ നിന്നായിരുന്നു മാങ്ങകളായിരുന്നു. അപ്പം അതിട്ട് ഞാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഈ ചെറുതായിട്ട് ചെനച്ച് തുടങ്ങിയിട്ട് നമ്മുടെ മാങ്ങകളൊക്കെ. അപ്പം ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഒരു അച്ചാറിടാനുള്ള പരിപാടിയാണ്. ഞാൻ എപ്പോൾ അച്ചാറിട്ടാലും നമ്മുടെ ഇവിടെ വേഗം അച്ചാർ കഴിയും. പിന്നെ ഞാൻ കുറേ അച്ചാർ ഇട്ട് വെക്കാറില്ല. ഞാനിങ്ങനെ അച്ചാർ ഉടഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമില്ല. ഇങ്ങനെ കറുമുറ കടിച്ച് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എനിക്കും ഇപ്പം അങ്ങനെ ഞാൻ എല്ലാം കഴിക്കും. എന്നാലും നമുക്കങ്ങനെ ആ ഒരു ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലല്ലേ. അപ്പോൾ ഞാൻ ഈ മാങ്ങേനെ ഒന്ന് അച്ചാറിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈമില്ലെങ്കിൽ വേഗം കട്ടിംഗ് ബോർഡിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ കൈ കൊണ്ട് ഇങ്ങനെ അരിയുമ്പോൾ ഒരു പ്രത്യേക ഒരു മാനസിക സംതൃപ്തിയാണ് എനിക്ക്. അത് മാനസിക പ്രശ്നമാണോന്ന് അറിയില്ല. നമുക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്നാണ് കട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും. എൻ്റെ മാത്രം ഒരു പ്രശ്നമാണോ ഇതാണോന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയണേ. ചുമ്മാ എൻ്റെ പോലെ തന്നെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യുക, ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു മ്യൂസിക് കേൾക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുക. വട്ടാണെന്നൊന്നും വിചാരിക്കരുതേ. അച്ചാർ പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് അച്ചാർ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ പൊടികളൊക്കെ ഇട്ടിട്ട് അച്ചാർ ഉണ്ടാക്കും. നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിലും കുറച്ച് അച്ചാർ പൊടിയൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഇപ്പം അച്ചാർ പൊടിയുടെ നിർബന്ധമൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു സന്തോഷം അങ്ങനെ. പിന്നെ ഞാൻ ഉപ്പിട്ടു. പിന്നെ അച്ചാർ പൊടി കിച്ചൺ ട്രഷേഴ്സിൻ്റെ അച്ചാർ പൊടിയാണ് കേട്ടോ. ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയത് അതായിരുന്നു. അപ്പം അങ്ങനെ ഇന്ന ബ്രാൻഡ് അങ്ങനെയൊന്നും നോക്കാറൊന്നുമില്ല. കിട്ടിയ അച്ചാർ പൊടി മേടിച്ചു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് കായം പൊടിയൊക്കെ, ഉലുവ കായൊക്കെ ചൂടാക്കി അങ്ങനെയൊക്കെ അച്ചാറിട്ടാലും നല്ലതാണ്. ഇതിപ്പോൾ മാങ്ങ ഫുള്ളായിട്ട് പച്ചയല്ല, ചെറുതായിട്ട് ചെനച്ച് തുടങ്ങി, എന്നാൽ നല്ല പുളിയുണ്ട്. ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി കൂടിയും ദിവസം കഴിഞ്ഞ് പറിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അച്ചാറല്ല, മാങ്ങ നല്ല പഴുത്ത മാങ്ങ കിട്ടും. അപ്പോൾ ഞങ്ങൾ അച്ചാറുണ്ടാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടും, മാങ്ങച്ചാറിലൊക്കെ ഇടും കേട്ടോ. അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്തെടുത്തില്ല. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് കുരുകുരുന്നൊക്കെ അരിഞ്ഞൊക്കെയാണ് എടുക്കാറ്. ഇപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന്, ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. ഞാൻ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക കേട്ടോ. കാരണം എപ്പോഴെപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണാനും പിന്നെ അങ്ങനെ ഒരു ലോങ് ടേമിലേക്ക് വേണ്ടി ഉണ്ടാക്കണതല്ലല്ലോ. അപ്പോൾ പോലെയാണ് പല പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കണേ. ഒരേ സ്റ്റൈലിൽ തന്നെയല്ല അച്ചാർ ഉണ്ടാക്കണേ. നമ്മൾ കുറേ നാളത്തേക്ക് വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല അച്ചാറിടുക. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റാണേ. അങ്ങനെ മുരിയലും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറേ എക്സ്പേർട്ടുകളായിട്ടുള്ള അച്ചാറിടുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടാവുമായിരിക്കാം.
അപ്പോൾ ഇത് കാണുമ്പോൾ ഇത് എന്തിട്ട് അച്ചാറ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ നമുക്കറിയണ രീതിയിലും അറിയണ രീതി മാത്രമല്ല ഇതുവരെ വലിയ പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണതാണല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പലതും കാണിക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ അടുക്കളയിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ പല പല രീതിയിൽ പരീക്ഷണം നടത്താമല്ലോ. ഇന്ന പോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ, പിന്നെ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടക്കുറവൊന്നും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അത് നല്ലോണം എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് മുളക് പൊടി മാത്രം ഇട്ടു. അത്യാവശ്യം നല്ല എരിവുണ്ട്, ഓൾറെഡി പച്ചമുളകിന് എരിവുണ്ട്, പിന്നെ അച്ചാർ പൊടിയിൽ നല്ല എരിവുണ്ട്. സണ്ണചേട്ടൻ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു അത്യാവശ്യം എരിവുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഇച്ചിരി മുളക് പൊടി ഇടാനൊരു ടെൻഡൻസി, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ചൊറുക്ക നേരത്തെ വേണമെങ്കിൽ ഒഴിച്ച് തിളപ്പിച്ചിട്ട് മാങ്ങ ഇടാം. ഞാനിപ്പോൾ ഇതിട്ടതിന് ശേഷമാണ് കുറച്ച് ചൊറുക്ക വിനാഗിരി ഉണ്ടല്ലോ ഒഴിക്കണത്. ഇതാണ് എൻ്റെ അച്ചാറ്. ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ ഇപ്പം ഉണ്ടാക്കിയ അച്ചാറ്. ഒരേ സമയത്തും ഒരേപോലെയാണ്, പല പല രീതിയിലാണ് അച്ചാർ ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നിടുന്ന രീതി ഇങ്ങനെയാണ്. കാരണം എപ്പോഴും ഞാൻ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്യാറില്ല, കട്ട് ചെയ്യുക ചെയ്യാറ്. പിന്നെ ചില സാഹചര്യം അനുസരിച്ച് മാങ്ങ ഇപ്പം മുമ്പ് ഞാൻ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവുമായിരിക്കും, ഞാൻ ചോപ്പറിലിട്ട് മാങ്ങേനെ അടിച്ചു. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടി. അങ്ങനെ ഒരു ദിവസം അച്ചാറിട്ടാക്കി എങ്ങനെ ഇരിക്കുമെന്നറിയാൻ വേണ്ടി. പക്ഷേ അത് കുഴപ്പമില്ലായിരുന്നു, ഇങ്ങനെ പൊടിഞ്ഞ് കിടന്നായിരുന്നു. ഒരു ചമ്മന്തി, അതായത് ഇങ്ങനെ കുഴഞ്ഞില്ല, എന്നാലും നമുക്കൊരു ചമ്മന്തി ഫീലായിരുന്നു വന്നേ. ഫ്ലേവറുകളൊക്കെ അച്ചാറിൻ്റെ ആണെങ്കിലും ആ ഒരു നമ്മളെപ്പോഴും ഇങ്ങനെ വലിയ ചെറിയ ചെറിയ പീസുകളും വലിയ വലിയ പീസുകളായിട്ട് ഇങ്ങനെ കടിച്ചിട്ട് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതെനിക്ക് ചോപ്പറിൽ കട്ട് ചെയ്തപ്പോൾ കിട്ടിയില്ലായിരുന്നു. അതൊരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാ. പിന്നെ അന്നൊരു ടൈം ഉണ്ടായിരുന്നില്ല, ഇവിടെ അച്ചാർ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്താൽ. ഞാനതൊരു വീഡിയോയിൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഉപ്പ് ഇട്ടു, കാരണം ചുരുക്കം ഒഴിച്ചുവല്ലോ. അപ്പോൾ ഉപ്പ് ഇട്ടു. പിന്നെ ഇതിലേക്ക് ലേശം പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്, ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. മാങ്ങ ചനച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ എന്താ പറയുക, ഭയങ്കര മധുരമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, പുളി തന്നെയാണ്. അപ്പോൾ ചെനച്ച മാങ്ങ അച്ചാറിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ ഇരുന്ന പിന്നെ എങ്ങനെയാവും എങ്ങനെയൊന്നും അറിയില്ല. ഞാൻ എന്തായാലും ഫ്രിഡ്ജിലേക്ക് വെക്കാറ്, കാരണം അതിന് മാത്രം ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി അങ്ങനെ എടുത്ത് വെക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം, അങ്ങനത്തെ ഒരു ഇത്. എൻ്റെ ഒരു അച്ചാറാണെങ്കിൽ കഴിഞ്ഞിരിക്കുകയാണ്. CJG ഒക്കെ വന്ന സമയത്തേ അച്ചാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2 മാങ്ങയെടുത്ത് പെട്ടെന്ന് അച്ചാറിടും. അത് കഴിഞ്ഞത് കഴിയുമ്പോഴേക്കും 2 മാങ്ങയെടുത്ത്, അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ അച്ചാറിടുമില്ലല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഒരു എന്താണെന്നറിയില്ല, ഭയങ്കര ഫ്രഷ്നെസ്സൊക്കെ തോന്നും അങ്ങനെ. അപ്പോൾ എൻ്റെ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഇന്ന് പുറത്ത് വെക്കട്ടെ. അപ്പോൾ ഗ്രേസ് കുട്ടി ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പേപ്പറിലൊക്കെ എഴുതി കൊണ്ടുവരും. ഇപ്പം ഇരുന്ന് അവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്ന ഒരു പേജാണ് കേട്ടോ അത്. അവളുടേതായ രീതിയിലുള്ള വരയും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മളിത് കാണുമ്പോൾ അവൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം എന്നെ കാണിക്കും, അല്ലെങ്കിൽ എന്നിട്ട് സന്നജാനെ കാണിക്കും, അല്ലെങ്കിൽ സന്നജാനെ കാണിച്ചിട്ട് എന്നെ കാണിക്കും, അങ്ങനെ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആളിങ്ങനെ ഓരോരോ കൃത്രിമപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവ് ഇങ്ങനെ ചേച്ചിയുടെ കൂടെ കളിച്ച് സന്തോഷിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.